ഉടനെ ചെറുപ്പക്കാരൻ എണീറ്റു. ഇതിന് സമാനമായ സംഭവം സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ, നിങ്ങൾക്കൊരു പൗഡി ഈമാനെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഈസാനും ചെയ്തിട്ടുണ്ട്. ഇത്രയോ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ, ഒരു പെണ്ണ്, ഒരു കിഴവി ഇങ്ങനെ കരഞ്ഞിട്ട് കൂടെ പോകുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. എന്തേ പറ്റിപ്പോയി കിഴവിക്കെന്ന് വെച്ചു. ആകെ ഈ കിഴവിക്ക് ഒരു മോനേ ഉള്ളൂ, ആ മോൻ മരിച്ചതാണ്, ആ വേദന കൊണ്ട് മയ്യത്തിന്റെ കൂടെ വരികയാണ്. അപ്പോൾ പറഞ്ഞു, അത്ര വലിയ വേദനയാണെങ്കിൽ മരിക്കേണ്ടയില്ലല്ലോ, ഇറക്കി വെക്കുക എന്ന് പറഞ്ഞു. ഇറക്കി വെച്ചു. മയ്യത്തിന്റെ കട്ടിൽ നിന്ന് കുട്ടി കൊമ്പ് ഇതിനില്ല, അള്ളാന്റെ കൽപ്പന പ്രകാരം എണീക്കവിടുന്നാണ് ആ കട്ടിൽ കിടക്കുന്ന ആ വൃദ്ധ സ്ത്രീയുടെ മോനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. കട്ടിലിൽ നിന്നേറ്റു. എവിടെ അയാളെ കമീസ് എന്ന് ആരോ ഒരു കമീസ് കൊണ്ടുവന്നു. കഫം പൊടേന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി അയാളെ കമീസ് ധരിപ്പിച്ചു. ഉമ്മയും മോനും അതുവരെ ചിരിച്ച ഉമ്മാക്ക് പിന്നെ സമാധാനം എന്നാ ചിരിച്ചിട്ട്, കരഞ്ഞിരുന്ന ഉമ്മാക്ക് ചിരിച്ചിട്ട് ബോധമില്ലാതെയായി. മോനും ഉമ്മയും കൂടി വളരെ ഉമ്മയും മോനും കൂടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സന്തോഷത്തിന് ഒരുങ്ങിയപ്പോൾ നാട്ടുകാർക്ക് ദേഷ്യം വന്നു. അങ്ങനെ പറ്റൂല, ഒരു മയ്യത്ത് കൊണ്ടുവന്നാല് ഒരു സമാധാനം ആവണമെങ്കിൽ അതിനെ കുഴിച്ചിടണം, ഇടയിൽ വെച്ചിട്ട് മയ്യത്ത് കട്ടിൽ പാത്രം ബാക്കിയാക്കിയിട്ട് അങ്ങനെ പോവാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. ഇഹ്മിൽ സരീർ, കട്ടിലെടുക്ക് എന്ന് പറഞ്ഞു. കട്ടിൽ നേരെ മയ്യത്തായി നടന്ന് കിടന്നിരുന്ന മനുഷ്യൻ കട്ടിൽ ഏറ്റിയിട്ട് അങ്ങനെ പോയി. മയ്യത്ത് ഇതുവരെ മയ്യത്ത് കട്ടിലിന്റെ പുറത്തായിരുന്നു. പിന്നെ എന്തായി? കട്ടിൽ മയ്യത്ത് തന്നെ ഏറ്റിയിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആര് ചെയ്തു? സയ്യിദുനാ ഈസാ. ഈസാ നബി ചെയ്യുന്നത് ഈ ഉമ്മത്തിലെ ആര് ചെയ്യും? ഔലിയാക്കൾ ചെയ്യും. കാരണം ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രാഈൽ. മനസ്സിലായില്ല? ഇസ്രായേലി സമൂഹത്തിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ് ഈ സമൂഹത്തിന്റെ ഉലമാ ആവുന്ന ഔലിയാക്കൾക്കുള്ളത്. ഉലമാക്കൾ തന്നെ ഔലിയാക്കള്. വലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഏതോ പച്ച പുറച്ച് നടക്കാന്നല്ല ഇതിന്റെ അർത്ഥം. നാഫിയ ഇൽമുണ്ടാവുക, ഇൽമില്ലാതെ ഒരാൾ വലിയാവും. ഇൽമാണ് വിലായത്തിന്റെ ബേസ്. ഇൽമില്ലാതെ വലിയനാവും. ഏതോ ഒരു പുടക്കാനൊന്നുമല്ല. പുടക്കാതിരിക്കലും ഒന്നും അല്ല വിഷയം. പുടക്കാതിരിക്കലും ഞാൻ എതിർക്കൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യമാണ്. പുടക്കലും സൗകര്യമുള്ളവർക്കൊക്കെ പുറച്ചോളൂ. ആലിമാണ് വലിയ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. ആലിമാണ് വലിയ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. ആലിമാണ് വലിയ. അല്ലാഹു അവരെ അംഗീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിഷയമായ സംഗതിയെ അല്ല. വേറൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ശിഷ്യന്മാരോട് കൂടെ യാത്ര പോവുക. ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാനും എൻ്റെ മോനും കൂടി പുഴ മുറിച്ച് കിടക്കിയിരുന്നു. പെട്ടെന്ന് വെള്ളക്കൂടുതൽ വന്നു. എൻ്റെ കുട്ടി ഒഴുകിപ്പോയി. ആ കുട്ടി മരിച്ച ആണ്ടാണ്. എൻ്റെ കുട്ടിയുടെ ഖബർ ഈ പുഴയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സലിഞ്ഞു. വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. ഒരു കാല് കൊണ്ട് വെള്ളത്തെ കൊണ്ട് തടഞ്ഞു. രണ്ടാമത്തെ കാല് കൊണ്ട് ഒറ്റ അങ്ങോട്ട് മറിച്ചു. ഇതല്ലേ എന്ന് വെച്ചു. ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ കുട്ടിയെ നേരെ എടുത്തു കൊടുത്തു. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. എനിക്കിത് ഇപ്പോൾ പകലാണെന്നതുപോലെ ഉറപ്പാണ്. ഇപ്പോൾ പകലാണ്. ഞാനെന്ന് പറഞ്ഞാൽ വലിയ ഖുറാഫിയാണ്, നിങ്ങൾ അറിയില്ല. അങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. അള്ളാഹു ഈമാനുള്ള മൊമരിങ്ങൾ നമ്മൾ പെടുത്തട്ടെ. നിങ്ങൾ സൗകര്യമുള്ളവർ കൂടിയാൽ മതി. അങ്ങനെയാണ്. സൗകര്യമുള്ളവർ കൂടിയാൽ മതി. ഞങ്ങളങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ കുട്ടൻസിൽ ഇങ്ങനെ കയറ്റുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അതാണ് എൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണ്. ഇതൊന്നും എല്ലാം നിർബന്ധമില്ല. ആളുകൾ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം. എനിക്കത് ഉറപ്പാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ വല്യപ്പ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിലടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട്ട് അവർക്ക് ഭൂമി കൊടുത്തത്. അക്കാലത്തെ നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടിക്കൊടുത്തു. പുതിയ മാളികക്കൽ എന്ന് മാളിക കെട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ടവർ അസില് മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്യപ്പ വടി കൊണ്ടടിച്ചട ഹയാത്താക്കി. അതിനുശേഷമാണ് അവർക്ക് പാണക്കാട് കുടുംബത്തിന്റെ താരീഖ. ഇത് വ്യക്തമായ താരീഖ. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാനിവിടെ പറഞ്ഞു എൻ്റെ ഓർമ്മ. അതൊന്നും അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. വേറെ ഒരു സംഭവം കാണാം. ഗുലിസ്ഥാൻ
ഗുലിസ്ഥാനിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കവേ അന്ന ശൈഖനാ ലമ്മ ഫറഗ ദാത യൗമി മിൻ സ്വലാത്തി സുബ്ഹി ശക്കാ ഇലൈഹി റജുലുൻ ഹസീനുൻ അന്നൽ ഹാകിമ ഖതല ഇബ്നഹു ബിലാ മൂജിബി ഖുബ്ഹിൻ. അക്കാലം ഗുലിസ്ഥാൻ ഭരിച്ചിരുന്നത് ഒരു തമ്മാടിയായ ഭരണാധികാരിയായിരുന്നു. ആ തമ്മാടി പിന്നെ ബഹുമാനപ്പെട്ടവർ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് വലിയ മഹാനാവുകയും വലിയ സ്വാലിഹാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ആദ്യം അയാൾ തമ്മാടിയായിരുന്നു. അയാള് ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടുത്തേക്ക് സുബഹി നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല, വെറുതെ കൊലപ്പെടുത്തി. ഫദഹബ ഇലൈഹി. അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തൻ്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാജ പുറപ്പെട്ടു. എന്നിട്ടോ വഖാല, അതിന്റെ അടുത്ത് എന്നിട്ട് തലയിലൊന്ന് തടവിയിട്ട് പറഞ്ഞു, ഇൻ കുന്ത മഖ്തൂലൻ ബിലാ ഇസ്മിൻ, കുറ്റല്ലാതെയാണ് എന്നെ കൊന്നതെങ്കിൽ ഫഖും ബിഇദ്നില്ല, എണീക്ക് അവിടുന്ന് എന്ന് പറഞ്ഞു. ഫഖാമ ഹയ്യാ, അയാൾ എണീറ്റു. ഒരുപാട് കാലം ജീവിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊന്നും പ്രശ്നമല്ല, മരിച്ച ജീവിക്കുക അതൊന്നും പ്രശ്നമില്ല, പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു, പി കെ ബാബ മരിച്ചു എന്ന് വിധി എഴുതിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞത് MC മായിനാജിയോടാണ്. ആര് പറഞ്ഞു? MC മായിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞു. അവരൊന്നും മരിച്ചിട്ടില്ല, ഭാവി മരിച്ചിട്ടില്ല. മരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു, അവരൊന്നും മരിച്ചിട്ടില്ല. അതൊന്നും വിഷയമല്ല. പറഞ്ഞത് ഇങ്ങനെയാ, മരിക്കേണ്ടതായിരുന്നു, പക്ഷെ തൽക്കാലം മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹയാത്ത് മടക്കിയിട്ടുണ്ട്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒന്നും മരിച്ചിട്ടില്ല. സി മോയിൻകുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്ത് ഒന്ന് പിന്നെ ET മുഹമ്മദ് ബഷീർ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂട്ടിയിട്ട് ചാലിയത്തേക്ക് പോയി. അന്ന് ചാലിയത്ത് CM അവിടെ വീട്ടിലുണ്ടായിരുന്നു. ചാലിയത്തെങ്കിലും CM-നോട് പോയിട്ട് നമുക്കൊന്ന് ദ്വാരപ്പിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. മോയിൻകുട്ടിനോട് ഒരുപാട് തവണ പറഞ്ഞു, സി മോയിൻകുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ. അങ്ങനെ ചാലിയത്ത് ചെന്നപ്പോൾ പിന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യ മരിക്കണം, സക്രാത്തിലാണ്, മുഖത്ത് മുണ്ടിടേണ്ട താമസമേ ഉള്ളൂ, എല്ലാവരും വന്നിട്ടുണ്ട്, കാര്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ക്യാൻസർ ആണ്. അപ്പോൾ പറഞ്ഞു, ക്യാൻസർ ഉണ്ടായിരുന്നു, ഇന്ന് മുതൽ ഇല്ല, രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്, മരിക്കണില്ല, തൽക്കാലം പോയിക്കോന്നു. ആ പെണ്ണൊന്നും മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക, വേഗം അങ്ങനെ പോവാം. ഇതിനോട് സി മോയിൻകുട്ടി പറഞ്ഞതാണ്. എൻ്റെ മക്കളെക്കാൾ കൈക്കരുത്തിന്റെ ഭാര്യക്കാണെന്ന് സി മോയിൻകുട്ടിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ്. അതങ്ങനെ ചില മനുഷ്യന്മാരാ. അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹ് നടത്തി കൊടുക്കുന്നു പറഞ്ഞാല് നിസാരപ്പെട്ട ഏതോ വാക്കല്ല അവർ പറയാ. അവര് വാക്ക് പറയാതാ, മരിക്കണില്ല അതാണ് പറഞ്ഞാൽ. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ റഹ്മഹുള്ളാഹിയുടെ അടുത്തേക്ക് ഒരാൾ ചെന്നു, കുട്ടിയില്ല, കുട്ടി വേണമെന്ന് പറഞ്ഞു. കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെയും ചെന്നു, കുട്ടിയുണ്ട്, അന്യായം ഇനി പറയരുത്, കുട്ടി ഉണ്ടാവും. പിന്നെ അയാൾ ഇടക്കിടക്ക് പോയി നിന്നിട്ട് വിഷമിച്ച് മടങ്ങിപ്പോരും, കുട്ടി ഉണ്ടായില്ല. ഇത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ ചിരിക്കും ചെയ്യും. 13 കൊല്ലം കഴിഞ്ഞു, കുട്ടി ഉണ്ടായില്ല. 13ാമത്തെ കൊല്ലം അയാൾക്ക് തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ബോധ്യപ്പെട്ടു. ഭാര്യയെ തൊലാക്ക് ചൊല്ലി പുതിയല്ല കല്യാണം കഴിച്ചു. ആ കൊല്ലം കുട്ടി ഉണ്ടായി. എന്റെ ശൈഖ് ചിരിച്ചത്, നിന്റെ പാത്രം മാറ്റണം എന്നാണ് അതിന്റെ വായന. ഇത് കറാമത്തിന്റെ കുട്ടിയാണ്, അത് ത്വഹാറത്തില്ലാത്ത ഗർഭപാത്രത്തിൽ പടച്ചവൻ കൊടുക്കില്ല എന്നാണ് എന്റെ സാരം. ചിന്തിക്ക്, ഇത് അനുഭവ സാക്ഷിയാണ് എന്നോട് പറഞ്ഞത്. അനവധി സംഭവങ്ങൾ. മരിക്കണില്ല, അതൊന്നും വിഷയമല്ല. എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. തൂക്കിക്കൊല്ലാൻ തൂക്കുമരത്തിലെ ഡേറ്റ് നിശ്ചയിച്ചു. ബാപ്പ നേരെ പാണക്കാട്ട് PMSA പൂക്കോയുടെ അടുത്തേക്ക് ചെന്നു. തൂക്കിക്കൊല്ലാൻ, എൻ്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് തങ്ങളാപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളാപ്പ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. തൂക്കിക്കൊല്ലുന്നില്ല, തൽക്കാലം തൂക്കിക്കൊല്ലുന്നില്ല, മൊയ്തീന് വിടാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം, പോയിക്കൊള്ളുക. ഏതാ കേന്ദ്രം? കേന്ദ്രം അവിടെയല്ല, കേന്ദ്രം അവിടെയാണ്. ആ മൊയ്തീൻ ഇന്നലെ വരെ മരിച്ചിട്ടില്ല. ഇത് ഉറപ്പിച്ചിട്ട് അവിടെ പോയി കുത്തി മറിഞ്ഞാൽ മതി. വെറുതെ ഈമാൻ ഇല്ലാതെ മറിയാണ്ട് പോയിട്ട്. ഈമാൻ വേണം മനുഷ്യന്റെ തലയ്ക്ക്. അല്ലാഹു തആലാന്റെ ഇബാദത്തിന് കഴിയാത്തൊരു കാര്യമല്ല. അവർക്ക് പ്രശ്നമല്ലൊരു കാര്യം. നടന്നിരിക്കും. ആരാണ് അവർക്ക് പ്രശ്നമുള്ള കാര്യം? മരിക്കുന്ന ആളുകളെ ജയിപ്പിക്കാറുണ്ട്, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യപ്പെട്ട വല്ല വർത്തമാനം ഉണ്ടെങ്കിൽ പറയും. മരിച്ച ജയിപ്പിക്കലൊന്നും ഔലിയാക്കന്മാർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് എന്നവർക്ക് വിഷയം തന്നെ.
കാരണം അല്ലാഹു തആല അവർക്ക് അങ്ങനത്തെ കഴിവുകളെ കൊടുക്കുക. എത്ര അങ്ങനെ ബഹുമാനപ്പെട്ടവർ, നീ വെറുതെയാണ് നീ എത്ര സംഭവം. ഒരാള് ഈ ഇസ്രായേലി സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നു. ഒരാളുണ്ട് ഇസ്രായേലിയുടെ വേറൊരു ഇസ്രായേലിയുടെ വീട്ടുപടിക്കൽ കൊന്നിട്ടിട്ടുണ്ട്. കൊലപാതകയെ അറിയൂല, കൊലയാളിയെ അറിയൂല.